വാട്ട്സ് ഓൾ ദിസ്? എന്താ ഇത്? ഭൂകമ്പം. ഭൂകമ്പോ? എവിടെ? ലത്തൂരിൽ. അത് നടന്നിട്ട് കൊല്ലം എത്രയായി? ഇപ്പൊ എന്താ പിരിവ്? 1,00,000 വീടിന് കാശ് പിരിച്ചയച്ചിട്ട് ഓരോരുത്തർ അതിൽ കയ്യിട്ട് വാരിയത് കൊണ്ട് 50,000 വീടിനുള്ള കാശേ അവിടെ എത്തിയുള്ളൂ. അതുകൊണ്ട് ബാക്കി 50,000-ന് വേണ്ടി വീണ്ടും പിരിക്കുക. എന്തെങ്കിലും തരൂ മാഡം. അയ്യോ, ഇത് പുതിയ പൂട്ടാണല്ലോ. ഇത് ആരാ മാറ്റിയത്? ആ കുട്ടിപ്പാറുവിനെ വിളിക്കേ. കുട്ടിപ്പാറു, കുട്ടിപ്പാറു, ബഹളം വെക്കണ്ട. ഓ, വരുന്നു. രാത്രി കിടന്ന് കൂവണ്ട. വാതിൽ തുറക്ക്. ആരാ ഈ പൂട്ട് മാറ്റിയിട്ടിരിക്കുന്നെ? അതാ ഗീതക്കുഞ്ഞ് പറഞ്ഞിട്ടാ. അവള് പറഞ്ഞ ഉടനെ നിങ്ങൾ പൂട്ട് മാറ്റുവോ? അപ്പൊ ഞങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന കാശിനൊന്നും വിലയില്ലേ? ഹോ, അവള് അമേരിക്ക കൊണ്ടുവന്ന് പറഞ്ഞു കാണും. നിങ്ങൾ വെറുതെ എന്റെ മെക്കിട്ട് കയറണ്ട. പുതിയ ചെയർമാന്റെ പുതിയ റൂളുകളാ. നിങ്ങളുടെ പേരിൽ കുറേയധികം കംപ്ലൈന്റ്സും ഉണ്ട്. 1-ാം പ്രതി ജോസൂട്ടിയും 2-ാം പ്രതി രാധിക കുഞ്ഞുവാ. 8 മണിക്ക് ഗേറ്റ് പൂട്ടിയ ആരെ അകത്ത് വിടണ്ടെന്ന പുതിയ ഓർഡർ. അല്ല പിന്നെ അവളുടെ ഓർഡർ ആയിട്ട് തന്നെ കിടക്കട്ടെ. നമുക്കേ ഗേറ്റിന് പുറത്ത് കിടന്ന് ഉറങ്ങാം. ഞാൻ വേണേ വാതിൽ തുറക്കാം. വേണ്ട. നമ്മുടെ ഇന്ത്യൻ കാശിനേക്കാൾ അവളുടെ ഡോളറിനാണല്ലോ ഇപ്പൊ കൂടുതൽ വില. റോഡിലൊന്നും ആരും കിടക്കണ്ട. വാ, എന്റെ വീട്ടിലേക്ക് പോവാം. ഇതിനെന്താ ചെയ്യേണ്ടെന്ന് കാലത്ത് തീരുമാനിക്കാം. കമോൺ. ഓക്കേ. മനസ്സി രാധിക, കാർ അങ്ങോട്ട് മാറ്റിട്ടോ. ഞങ്ങൾ ഇപ്പൊ വരാം. ഓക്കെ. ഏയ്, ഗെറ്റ് അപ്പ്. ഫസ്റ്റ് ഒരു പ്രാക്ടിക്കലാ. എന്റെ പേസ്റ്റ് തീർന്നു. നിന്റെ കയ്യിലുണ്ടോ? നീ എന്താടി ഇങ്ങനെ മിഴിച്ചു നോക്കുന്നു? ആരും അല്ല, അവൾ തന്നെ, ആ ജോസഫിൻ. മറ്റാരും ചെയ്യില്ല ഇങ്ങനെ ഒരു തോന്നിവാസം. എന്താ ബഹളം? വാതിൽ പൊളിച്ചിട്ട് കാര്യമില്ല. അതിനുള്ളിൽ ആരുമില്ല. പൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ? മാഡം, ഇന്നലെ പാതിരയ്ക്ക് ജോസൂട്ടിയും കുട്ടനും വന്നത്. ഞാനാരെ അകത്ത് കയറ്റിയില്ല. 8 മണിക്ക് ശേഷം ഗേറ്റ് തുറക്കാൻ പാടില്ലെന്ന് ഓർഡർ ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടാ എല്ലാരും കൂടെ തിരിച്ചു പോയത്. അതൊക്കെ ശരിയായിരിക്കും. പക്ഷേ അവളെ ഇങ്ങനെയുള്ള തോന്നിയാസം ചെയ്യൂ. ഇന്ന് മുടി വെട്ടാൻ തയ്യാറായവള് നാളെ തല വെട്ടിന്ന് വരും. കുട്ടി, എന്റെ കൂടെ വരൂ. ഒരു കംപ്ലൈന്റ് എഴുതരൂ. കം. കുട്ടി ഇരിക്കൂ. ആരെങ്കിലും കുട്ടിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കൂ. നല്ല ഭംഗിയുള്ള മുടിയായിരുന്നു. നല്ല തിളക്കമായിരുന്നു. എൻ്റെ ചുവടുകൾക്കൊത്ത് ആടി ഉലയുമായിരുന്നു. ആർത്ത് ചിരിക്കുമായിരുന്നു. ഞാൻ ഏറ്റവും ഓമനിച്ചിരുന്ന, എൻ്റേത് മാത്രമെന്ന് ഞാൻ അഹങ്കരിച്ചിരുന്ന ഒന്നാണ് എനിക്ക് നഷ്ടപ്പെട്ടത്. അതിന് കാരണക്കാരായ ആരെയും ഞാൻ വെറുതെ വിടില്ല. കുട്ടി കംപ്ലൈന്റ് എഴുതൂ. വേറൊരു പേന കൊടുക്കും മാഡം.
കച്ചാമുച്ചാന്ന് വെട്ടിയതും പറപ്പിച്ച് കയ്യിലൊരു കത്രികയും പിടിച്ച് കണ്ണൊക്കെ ചോപ്പിച്ചോണ്ടുള്ളൊരു വരവായിരുന്നു. ഞാനൊന്ന് വരണ്ടു. അവള് കരഞ്ഞോ? കയ്യിന്നൊരു വിരല് പറിച്ചെടുത്തെന്ന് പറഞ്ഞാലും ഒരു തുള്ളി കണ്ണീര് വരാത്ത ജാതി. ആ അവള് കിടന്ന് കാറും കൂവും ഒക്കെ ചെയ്തു പോലും അവള് കരഞ്ഞാലേ കണ്ണിന്ന് കണ്ണീര് വരില്ല, ചോരേ വരുള്ളൂ. അപ്പോഴെങ്ങാൻ ജോസൂട്ടി അവളുടെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവളുടെ കാര്യം പോക്കായന മോളെ. അതിന് അവളെന്തിനാ ജോസുടെ മെക്കിട്ട് കയറുന്നേ? എനിക്കറിഞ്ഞൂടാ. അയ്യടി മോളെ, നീയും ജോസൂട്ടിയും കൂടെ മതില് ചാടി കയറിയിട്ട് അവള് മാത്രം തിരിച്ചു വന്നപ്പോഴേ ഞങ്ങൾക്കൊക്കെ ഉറപ്പായിരുന്നു എന്തോ കുരുത്തക്കേട് ഒപ്പിച്ചിട്ടുണ്ടെന്ന്. അത് ശരി. അതാ അന്ന് അവള് തലവേദന എന്നും പറഞ്ഞ് കോളേജിൽ വരാതെ വീട്ടിൽ തന്നെ കിടന്നത്. നീ നിന്നെ തന്നെ. കമ്മിയോ നിന്റെ കൂട്ടുകാരിക്ക് കൊടുത്തേക്ക്. എന്റെ മുടി വെട്ടിയതിന് കൂലി. ഞാൻ ആരെക്കൊണ്ടും ചക്കാത്തിലൊന്നും ചെയ്യിക്കാറില്ലെന്ന് അവളോട് പറഞ്ഞേക്ക്. സരിക, Sariga, there is a letter for you. Please keep this. 1 second. Idiot. ഇവനെ കൊണ്ട് ഞാൻ തോറ്റു. എന്താ? വായിച്ചു നോക്ക്. അതേ വായി നോക്കി ആ ബൈക്കിൽ വരുന്നവൻ. മതി, ഞാൻ അച്ഛനോട് പറയാൻ പോവാ. എത്രാമത്തെ തവണയാണെന്നറിയോ എവിടെ പോയാലും പുറകെ നടന്ന് ഉപദ്രവിക്കുക. വൃത്തികെട്ടവൻ. ഇനി സഹിക്കാൻ വയ്യ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. വേണ്ട, നീ ഇഗ്നോർ ചെയ്താ മതി. കുറെ കഴിയുമ്പോ അവൻ അവന്റെ പാട്ടിന് പൊയ്ക്കോളും. നീ എന്തെങ്കിലും ഒരു നല്ല ന്യൂസ് കൊണ്ടുവന്നിട്ടുണ്ടോ? തമാശയല്ലടി, നോട്ടീസ് ബോർഡിൽ നിന്റെ പേര് വന്നിട്ടുണ്ട്. എന്തിന്? പോയി നോക്ക്. ദേ നോക്ക്. നിന്റെ അമ്മ വരുന്നവരെ നിനക്കിനി ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. അമ്മ എല്ലാരും കൂടെ എടുത്തിട്ട് കുടഞ്ഞാ നിന്റെ കാര്യം എന്താവും? എന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പ്രിൻസിപ്പളിന്റെയും ടീച്ചർമാരുടെയും കാര്യം എന്താവുന്നാ എനിക്ക് പേടി. നിങ്ങൾ ആരാ അവിടുത്തെ പ്രിൻസിപ്പല്? അവളുടെ അമ്മയാണെന്ന് തോന്നുന്നു. ഓ, ഞാനാ. ഞാൻ മിസ്സസ് ഏലിയാമ്മ പോത്തൻ, ജോസഫൈന്റെ അമ്മച്ചിയാ. നമസ്തേ. നമസ്തേ. പോത്തനിരിക്കെ. എന്നെ ഇരുത്തുന്നതിന് മുമ്പ് എന്റെ മോൾ എന്നാ തെറ്റാ ചെയ്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. അത് പറയാനാ നിങ്ങൾ ഇങ്ങോട്ട് വിളിപ്പിച്ചത്? അതറിയാനാ 500 കിലോമീറ്റർ ദൂരെ നിന്ന് ഞാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങളുടെ മോളെ കുറച്ച് കൈവിട്ട കളിയാ കളിക്കുന്നത്. അവളെ പഠിക്കാനല്ലേ ഇങ്ങോട്ട് വിട്ടത്, കളിക്കാനല്ലല്ലോ. ഇക്കണക്കിന് പോവാണെങ്കിലേ കയ്യിലൊന്നും തോന്നില്ല. ആരുടെ കയ്യില്? ഞങ്ങളുടെ കയ്യില്. എന്തൊക്കെ തോന്നിയാസങ്ങളാണ് ആ കുട്ടി ഇവിടെ കാട്ടിക്കുട്ടിയെന്ന് അറിയാമോ? ദേ പ്രിൻസിപ്പളെ, നിങ്ങൾ ആരാണെന്ന് മനസ്സിലായി. ഇതേതാ ഈ സാധനം? ഇവിടുത്തെ ഹിസ്റ്ററി പ്രൊഫസറാ, ഹോസ്റ്റലിലെ വാർഡനുമാണ്. ഓ, ഇത്രയൊക്കെയാണെന്ന് അറിഞ്ഞില്ല. എന്റെ മോള് കാണിച്ച തോന്നിയവസം എന്നാക്കെയാണാവോ? ഹോസ്റ്റൽ ചട്ടങ്ങൾ ലംഘിക്കുക, കൂട്ടുകാരുടെ പിറന്നാൾ ആഘോഷിക്കുക, കറണ്ട് വേസ്റ്റ് ചെയ്യുക, ഹോസ്റ്റൽ പരിസരം വൃത്തികേടാക്കുക, രാത്രി മുഴുവനും പാട്ടും കൂത്തുമായിട്ട് മറ്റുള്ളവരുടെ ഉറക്കം കളയുക. അത്രേ ഉള്ളോ? പോരെ? ജോസൂട്ടി, മോനീ വന്നേ, ഇങ്ങോട്ട് വാ കൊച്ചേ. മോൻ ഈ ടീച്ചർമാരെയൊക്കെ ഒന്ന് തൊഴുതേ. നമസ്തേ. നമസ്തേ. മോൻ ആരുടെ പിറന്നാൾ ആഘോഷിച്ചേ? രാധികയുടെ. ഏത്? കഴിഞ്ഞ ക്രിസ്മസിന് നമ്മുടെ വീട്ടിൽ വന്ന് ചാക്കോച്ചന്റെ കുട എടുത്ത് കളിച്ചേച്ച് ഏണിപ്പടിയെന്ന് വീണ ആ കൊച്ചോ? അതെ. ആ, അത് പോട്ടെ. നീ ഹോസ്റ്റലിൽ ലൈറ്റ് ഇട്ട് കറണ്ട് കളഞ്ഞോ? ലൈറ്റ് ഇട്ടു. പകലോ രാത്രിയിലോ? രാത്രിയില്. ഓ, ഈ നാട്ടിൽ രാത്രി കറണ്ട് ഉണ്ടോ? ഈശോ, ഞങ്ങളുടെ നാട്ടിൽ അതും ഇല്ല. അത് പോട്ടെ. നീ പാട്ട് പാടിയോ? പാടി. ഓക്കെ. ഈ ഹോസ്റ്റലിൽ പെങ്കൊച്ചുങ്ങൾക്ക് കുളിമുറിയും കക്കൂസൊന്നും ഇല്ലയോ? ഉണ്ട്. പിന്നെ എന്നാത്തിനാ എന്റെ കൊച്ചായി നീ ഈ ഹോസ്റ്റലിന്റെ വെളിയിലൊക്കെ വൃത്തികേടാക്കുന്നേ? ഞാനൊന്നും വൃത്തികേടാക്കിയില്ല അമ്മച്ചി. പോട്ടെ, പൊയ്ക്കോ. സാറന്മാരെ,
ഇനി സാറന്മാരോട് എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. ഞങ്ങളൊക്കെ പെങ്കൊച്ചുങ്ങൾ തോന്നിവാസം കാണിക്കാന്ന് പറയുന്നതേ ആടുകയും പാടുകയും ചെയ്യുന്നതിനൊന്നുമല്ല. ആണുങ്ങളെ നോക്കി കണ്ണിറക്കുക, കയ്യും കലാശവും കാണിക്കുക, കത്ത് കൊടുക്കുക, പിന്നെ മരത്തെ കയറുക, മാങ്ങ പറിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് തോന്നിവാസം എന്ന് പറയുന്നത്. പിന്നെ അവൾ എന്നാ കോപ്പി ചെയ്തെന്നാ ഈ പറയുന്നത്? ലൈറ്റ് ഇട്ടെന്നോ, പിറന്നാൾ ആഘോഷിച്ചെന്നോ, ഉറക്കം കെടുത്തിയെന്നോ? ഞാനൊന്ന് ചോദിക്കട്ടെ, മുക്കിനും മൂലയ്ക്കും ഈ നാട്ടിലെ സർക്കാർ എന്നാ ആഘോഷങ്ങളൊക്കെയാണ് നടത്തുന്നത്? അത്യാവശ്യത്തിന് പോലും കറണ്ട് ഇല്ലാത്ത ഈ നാട്ടില് ഓണം, വിഷു, ക്രിസ്മസ്, റംസാൻ, പെരുന്നാള്, ഉത്സവം എന്നൊക്കെ പറഞ്ഞ് സർക്കാർ ഉൾപ്പെടെ ലൈറ്റും മൈക്കും വെച്ച് ആഘോഷിക്കാറില്ലേ? നമ്മുടെയൊക്കെ ഉറക്കം പോകാറില്ലേ? അതാ തോന്നിവാസം. അല്ലാതെ ഒന്നോ രണ്ടോ പീക്കിരി പിള്ളേരെ അവരുടെ കൂട്ടുകാരുടെ പിറന്നാളിന് ലൈറ്റ് ഇട്ടതോ പാട്ട് പാടിയതോ ഒന്നുമല്ല. അപ്പൊ കാശ് പിരിച്ച് കറങ്ങി നടക്കുന്നതോ? കാശ് പിരിക്കുന്നതാണോ കുറ്റം? ഇവിടെ ഇപ്പൊ ആരെ കാശ് പിരിക്കാത്ത? മഹിളാമണികളായ നിങ്ങൾ തന്നെ കാശ് പിരിക്കുന്നില്ലേ? കഴിഞ്ഞ വർഷം തന്നെ കോളേജ് ബിൽഡിംഗ് ഫണ്ട്, സ്റ്റാഫ് റൂം ഫണ്ട്, മറ്റേ ഫണ്ട്, മൂത്രപ്പര ഫണ്ട്, ആ ഫണ്ട് ഈ ഫണ്ട് എന്നൊക്കെ പറഞ്ഞ് എന്തോരും കാശായി കൊച്ചുങ്ങളുടെ കയ്യിൽ നിന്ന് പിരിച്ചത്. അതൊക്കെ കണ്ടല്ലേ യുവത്വങ്ങൾ പഠിക്കുന്നത്. അപ്പൊ ക്ലാസ് കട്ട് ചെയ്യുന്നതോ? ആ കോപ്പ് ദേ ചേച്ചി, ഈ പെമർന്നർ എന്റെ വായിന്ന് വല്ലതും കേൾക്കും. അല്ല പിന്നെ പിള്ളേരായ ക്ലാസ് കട്ട് ചെയ്യുന്നേ എങ്ങനെ ഇരിക്കും? അവർക്കും തോന്നണം ക്ലാസ്സിലിരിക്കാൻ. ഞാനും ഒരു പള്ളിക്കുടുത്തി കുറെ പഠിപ്പിച്ചതാ. ഇത്രയും വലിയ പദവിയൊന്നും ഇല്ലെങ്കിലും അഡ്മിഷൻസ് ആയിട്ട് തന്നെ റിട്ടയർ ചെയ്തത്. എന്റെ ഒന്നും ക്ലാസ്സിൽ നിന്ന് ആരും കട്ടിങ്ങും ചെയ്തിട്ടില്ല, ഷേവിങ്ങും ചെയ്തിട്ടില്ല. കാരണം പഠിപ്പിക്കുന്നതിന് മുമ്പേ കുട്ടികളുടെ മനസ്സറിയണം, അവരെ സ്നേഹിക്കണം, അവരോട് കിന്നാരം പറയണം, അങ്ങനെ അവരുടെ ബഹുമാനം പിടിച്ചു പറ്റണം. എന്നിട്ട് വേണം അവരെ ശാസിക്കാൻ. അപ്പോൾ അവരത് കേൾക്കും, അനുസരിക്കും. വേലിയാടുന്ന പയ്യന്റെ കന്ന് മതിലിയാടുമെന്ന് കേട്ടിട്ടുണ്ടോ? അങ്ങനെയാ ഇവിടുത്തെ കാര്യം. ദേ നോക്ക്, നിങ്ങൾ കക്ഷം കാണിക്കുന്ന ബ്ലൗസ് ഇട്ടാ അവർ കാല് കാണിക്കുന്ന ഉടുപ്പിടും. നിങ്ങൾ തലയെ ചായം തേച്ചാ അവർ ചുണ്ടേ തേക്കും. ഇരിക്കേണ്ടടത്ത് ഇരുന്നാലേ എത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ ആദ്യം പഠിപ്പിക്കുന്നവർ നന്നായാലേ പഠിക്കുന്നവർ നന്നാവത്തുള്ളൂ. കൊച്ചുങ്ങളായുമ്പോ ഇത്തിരി കുന്നായ്മയും കുരുത്തക്കേടും ഒക്കെ കാണുമെന്നേ, അതിനെയൊക്കെ തോന്നിവാസമൊന്നും പോക്കർത്തരമൊന്നും വിളിക്കരുത്. ചരിത്രത്തിന് ഞാൻ പറയുന്നത് പോലും മനസ്സിലാവുന്നുണ്ടോ? എവിടെ? ഒരു കാര്യം കൂടെ സാറന്മാരോട് ഞാൻ പറഞ്ഞേച്ചും പൊക്കോളാം. എൻ്റെ മോളെ എനിക്ക് നന്നായിട്ടറിയാം. പോത്തച്ഛൻ മരിക്കുന്നതിന് മുമ്പ് കുറച്ച് കൂടുതൽ പുന്നാരിച്ചതുകൊണ്ട് അവൾക്ക് ഇത്തിരി കുസൃതിയും കുന്നായ്മയൊക്കെ കൂടുതലുണ്ട്. എന്ന് വെച്ച് എൻ്റെ മോള് ചീത്തയോ തോന്നിവാസക്കാരിയോ ഒന്നുമല്ല കേട്ടോ. മേലാൽ ഇത്ര ഉള്ളി തൊലിച്ച കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് എന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി എൻ്റെ സമയം മെനക്കെടുത്തല്ലേ. പോട്ടെ ചേച്ചിയെ. പള്ളിയിൽ പോലും പോകാതെ വീട്ടിലാണെ 100 കൂട്ടം കാര്യങ്ങൾ വിട്ടെറിഞ്ഞേച്ച് ഒരുമാതിരി